കമലമ്മ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അന്ന് അവിടെ നിന്ന് പ്രസ്സിൽ വന്നപ്പോൾ കാണാൻ സാധിക്കാഞ്ഞതിൽ കമലമ്മയ്ക്ക് അതിയായ സങ്കടവും നിരാശയും ഉണ്ട്. ആഹാ, അവളപ്പോൾ ആ പ്രശ്നത്തുണ്ടായിരുന്നു. എന്നിട്ട് പ്രതാപൻ അവളെ കാണാൻ എന്നെ അനുവദിക്കായിരുന്നപ്പോ അവൾക്ക് വെളിയിൽ വന്ന് എന്നെ കാണാമായിരുന്നില്ലേ? നീ അവളോട് പറഞ്ഞേക്ക് ഈ പോക്ക് അപകടത്തിലേക്കാണ്. അവളുടെ ഒരു ആത്മകഥ മാന്മാരെ അവമാനിക്കാനുണ്ടോ അത്? അല്ലേ എടോ, നിനക്കറിഞ്ഞുകൂടെ ഞാൻ വിചാരിച്ചാൽ അവളുടെ സർവസ്വവും തൊട്ടകൈക്ക് നശിപ്പിക്കാൻ കഴിയുമെന്ന്? അറിയാമേ, അതുകൊണ്ട് തന്നെയാണല്ലോ അന്തം വിട്ട് അവരെന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അവൾ ആത്മകഥ എഴുതി പ്രസിദ്ധീകരിക്കാൻ പോകുന്നു അല്ലേ? എഴുതുന്നുമില്ല, പ്രസിദ്ധീകരിക്കുന്നുമില്ലേ. കള്ളം പറയുന്നു എന്നോട്. ധർമ്മയുദ്ധത്തിൽ ഞാൻ പരസ്യം കണ്ടല്ലോ, അവൾ ആത്മകഥ എഴുതാൻ പോകുന്നു. അതൊരു തന്ത്രം മാത്രമാണ്. എടാ, സത്യം, കമലമ്മയുടെ ആത്മകഥ വരുന്നുവെന്ന് പ്രസിദ്ധപ്പെടുത്തിയാൽ പിന്നെ കമലമ്മയുമായി അന്ന് ബന്ധപ്പെട്ടിരുന്ന ഇന്നത്തെ മാന്യന്മാരെല്ലാം പണവും കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ പരസ്യം കൊടുത്തത്. ആരുടെ ബ്രെയിനാണ്ടായത്? എന്തോ ഈ ബുദ്ധി ആരുടേതാണ്? ഇത് പിന്നെ ദോഷം പറയരുതല്ലോ, പ്രതാപൻ സാറിൻ്റെതാ. ഞാനത് ഊഹിച്ചതാണ്. അപ്പോൾ ഇതുവരെ കമലമ്മ ഒന്നും എഴുതി കൊടുത്തിട്ടില്ല? അങ്ങനെയാണ് സത്യം. ലക്ഷം രൂപ കിട്ടിയ ഞാൻ അങ്ങനെ കൊണ്ട് സത്യം ചെയ്യുന്നവനല്ല. ഒരക്ഷരം എഴുതി കൊടുത്തിട്ടില്ലേ. ഞാൻ പ്രസീന്ന് ആരും അറിയാതെയാണ് ഇങ്ങോട്ട് പോകുന്നത്. ഒരുപക്ഷെ പ്രതാപൻ സാർ എന്നെ തിരക്കുന്നുണ്ടാവുമായിരുന്നു. നിങ്ങൾക്ക് വക്കീൽ ഗോപാലൻ നായരെ അറിയാമോ? വക്കീൽ ഗോപാലൻ നായർ അറിയില്ല. അറിയില്ലയോ? അങ്ങനെ ചന്തയുടെ തെക്ക് മഹാദേവി ക്ഷേത്രത്തിന് പടിഞ്ഞാറാ താമസം. ഇപ്പൊ അറിയോ? ഓഹോ, അറിയില്ല സാർ. വക്കീൽ ഗോപാലൻ നായരുടെ പേരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുകയാണ് സാർ. നീ കേൾക്ക്. താനാ വക്കീലിന്റെ വീട്ടിൽ പോയില്ല അല്ലേ? പോയി സാർ. എന്തിനു പോയി? കമലമ്മ പറഞ്ഞയച്ചിട്ട് പോയതാ. അപ്പോൾ അവർക്ക് വക്കീൽ ഗോപാലൻ നായരെ നേരിട്ട് അറിയാം. അറിയാമോ? എങ്ങനെ അറിയാം? ഏകദേശം 12 വർഷത്തിന് മുമ്പേ അറിയാം. അന്ന് അദ്ദേഹം വക്കീലല്ലായിരുന്നു, പോലീസ് ഇൻസ്പെക്ടർ ആയിരുന്നു പെരുമ്പാവൂര്. താനെന്തിനാ അവിടെ പോയത്? ഞാൻ പറയൂ, പറയാൻ. ആ പാവത്തിന് ഉപദ്രവിക്കരുത്, ഞാൻ പറയാം. വേണ്ട, നിങ്ങൾ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചപ്പോൾ കുറെ കൂടി വിശ്വസിക്കാൻ പറ്റിയത് ഇയാളെയാണ്. പറയൂ. ആത്മകഥ പ്രസിദ്ധം ചെയ്യുകയില്ല എന്ന് പറയാൻ വേണ്ടി പോയതാണ്. ഇതോ അതാണല്ലോ ഈ പദ്ധതിയുടെ മർമ്മം. അത് പുറത്തു പറയാൻ പാടില്ലെന്നല്ലേ നമ്മൾ തീരുമാനിച്ചത്? തീരുമാനം അതായിരുന്നു. പിന്നെ താനെന്താ വക്കീലിനെ ചെന്ന് കണ്ട് ഈ രഹസ്യം വെളിപ്പെടുത്തിയത്? അയാൾക്ക് മാത്രമേ എന്നെ ദ്രോഹിക്കാൻ സാധിക്കൂ. അപ്പോ നിങ്ങളെ അയാൾ ജയിലിലടയ്ക്കുമെന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം കാണും അല്ലേ? പല അപവാദങ്ങളും എനിക്ക് കേൾക്കേണ്ടി വന്നു, പല ശത്രുക്കളും എനിക്കുണ്ടായി. പക്ഷേ അതിലൊന്നും ഭയപ്പെടുന്നവനല്ല ഞാൻ. ഈ ലോകത്ത് ഞാനാണ് സർവസ്വമെന്ന് വിശ്വസിക്കുന്ന എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു, ഇനി ആ വീട്ടിൽ ഞാൻ കാലുകുത്തുകയില്ല. അങ്ങനെ എന്നെ പ്രസവിച്ച എന്റെ അമ്മ പോലും എന്നെ വെറുത്തു. എന്നിട്ടും ഞാൻ എന്റെ മനസാക്ഷിക്ക് വിപരീതമായി പ്രവർത്തിച്ചില്ല. ഞാൻ നിന്നിടത്ത് തന്നെ ഉറച്ചു നിൽക്കും. പക്ഷെ നിങ്ങൾക്കെന്നെ വിശ്വാസമില്ല. നന്ദി കെട്ട വർഗം. എന്റെ പ്രതാപ, ഞാൻ നന്ദി കെട്ടവളല്ല. ആ ദൈവലും സ്നേഹത്തിലുമാണ് ഞങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. ആ സ്നേഹം ഇങ്ങോട്ടും ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചു. മൃഗങ്ങളെ സ്നേഹിച്ചാൽ അവ നമ്മയും സ്നേഹിക്കും. അയ്യോ ഈശ്വര, ഞാനത് പറയില്ല, പറയില്ല, പറയില്ല. എന്തുകൊണ്ട് അമ്മയ്ക്ക് പറഞ്ഞുകൂടാ? പറയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ. അമ്മേ, ഇത് ദൈവം സഹിക്കാത്ത നന്ദികേടാണ്. ജീവിതം നിശേഷം തകർന്നു പോയ അമ്മയെയും എന്നെയും സഹായിക്കാൻ ഈ ലോകത്ത് ഇദ്ദേഹമല്ലാതെ മറ്റാരും മുന്നോട്ട് വന്നില്ല. കള്ളുകുടിയന്മാരെയും ചട്ടമ്പിമാരെയും പേടിച്ച് ഉറക്കം വിളിച്ച് കഴിഞ്ഞ നമ്മൾ ഇന്ന് സുഖം
സുഖമായി മെത്തയിൽ ഉറങ്ങുന്നു. ഹോ, എന്റെ അമ്മ ഇങ്ങനെ മാറിപ്പോയല്ലോ. എന്റെ മോളെ, നിന്റെ അമ്മ നശിച്ചു പോയവളാണ്. എന്നാലും ദൈവത്തെ മറന്ന് പ്രവർത്തിക്കുന്നവളല്ല. നിങ്ങളാണ് സാക്ഷാൽ നടി. പക്ഷേ എന്റെ ഈ വീട് നാടകവേദിയല്ല. ഞാനത് കാണാൻ വന്നവനുമല്ല. ദയവ് ചെയ്ത് അഭിനയിക്കരുത്. നെഞ്ചു നീറി നിൽക്കുന്ന ഞാൻ തൊഴുതു പറയുന്നു, ഇത് അഭിനയമല്ല. ഈശ്വര, എന്തൊരു ധർമ്മസങ്കടമാണിത്. മോളെ, ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമാണിത്. ഇല്ല, ഇല്ല, ഞാൻ പറയില്ല. ഞാൻ ആരോടും പറയില്ല. ശരി, അമ്മ പറയണ്ട. പക്ഷെ ഈ നിമിഷത്തിൽ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. തെരുവാണിന് ശരണം. എങ്കിലും ഈ ക്ഷണം ഇറങ്ങുന്നതാണ് യോഗ്യത. വരൂ മോളെ. അയ്യോ, ഞാനത് പറഞ്ഞാൽ ദോഷം സംഭവിക്കുന്നത് നിനക്കായിരിക്കും. സംഭവിച്ചോട്ടെ, ഞാനത് സഹിക്കാൻ തയ്യാറാണ്. എന്നെ നിർബന്ധിക്കരുത്. ഞാനത് പറയില്ല. നിങ്ങൾ ഇനിയും കഷ്ടപ്പെടും, വേദനിക്കും. എങ്കിലിനി അവയൊക്കെ അമ്മ ഒറ്റക്കായിരിക്കും അനുഭവിക്കുന്നത്. അവ പങ്കിടാൻ ഈ മോളില്ല. ഞാൻ സുഖമായി ജീവിക്കുമെന്നല്ല, ഞാൻ ജീവിതമേ അവസാനിപ്പിക്കും. മരിക്കേണ്ടവൻ ഞാനാണ്. ആ സമയവും അടുത്തു. എന്റെ മോള്, നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. എന്നിട്ട് മകൾക്ക് എന്ത് നേടിക്കൊടുത്തു? അമ്മ എനിക്ക് നേടിത്തന്നു. അമ്മ സ്വന്തമായി സമ്പാദിച്ച ദുഷ്പേരിന്റെ ഒരു പങ്ക്. ഇവൾക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്ത നിലയിൽ നിങ്ങൾ ഇവിടെ എത്തിച്ചു. അത് നേരിട്ട് കണ്ടവനാണ് ഞാൻ. നിങ്ങൾ ജീവിക്കണം, പക്ഷെ ഇവൾക്ക് വേണ്ടിയാകണമെന്നില്ല. ഇവളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങളെക്കാൾ പ്രതീക്ഷയും ഉത്കണ്ഠയും എനിക്കുണ്ട്. അതൊന്നും എനിക്കുണ്ടായിരിക്കും. ഞാൻ എന്തൊക്കെയോ സംശയിച്ചു പോയി, ഭയന്നുപോയി. എന്റെ അറിവ് അത്രയ്ക്കേ ഉള്ളൂ. ഈശ്വരൻ എനിക്ക് മാപ്പ് തരട്ടെ. ഇനി ഞാനത് പറയാം. വേണ്ട, ബുദ്ധിമുട്ടുണ്ട്. ഞാനത് പറയാം. എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. മീനയ്ക്ക് ദോഷമൊന്നും വരികയില്ലെന്ന് ബോധ്യമായപ്പോൾ നിങ്ങളിത് പറയാൻ തയ്യാറായി. ഇതൊരു വിലപേശൽ പോലെ ആയിപ്പോയി. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ശീലമായിരിക്കും. എന്റെ എല്ലാ തെറ്റുകളും ദോഷങ്ങളും സഹിച്ച ആളാണ്. എനിക്ക് മാപ്പ് തരാൻ പറയൂ. എനിക്ക് പറയാനുള്ളത് ദയവായി ഒന്ന് കേൾക്കാൻ പറയൂ. മനുഷ്യനെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാറിന്റെ അമ്മയ്ക്ക് പോലും സാറിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കഷ്ടം, പാവം, അവരൊരു സ്ത്രീയല്ലേ. നേരത്തെ നിങ്ങളെല്ലാം ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ വേദന തോന്നി. ഇപ്പോൾ അത് പറയാതിരിക്കുന്നതിനാണ് എനിക്ക് വേദന. പറഞ്ഞില്ലെങ്കിൽ എന്റെ ചങ്ക് പൊട്ടിപ്പോവും. സാറിനെ ഉപദേശിക്കാൻ വേണ്ടി ഞാൻ വളർന്നിട്ടില്ല. പക്ഷേ അനീതികളോട് സാർ എതിർക്കുമ്പോൾ അറിവില്ലായ്മയോട് ക്ഷമിക്കുകയും വേണം. വേണ്ട സാർ? ചേച്ചി പറയൂ, ഞാനും അദ്ദേഹം കേൾക്കാം. ഞങ്ങൾക്കത് അറിയണമെന്ന് തോന്നിയത് ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഇതുപോലെ ഇടിയും മിന്നലും ഉണ്ടായിരുന്ന ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത്. എന്തിനാ പാവത്തിന് ഇങ്ങനെ കൊല്ലാതെ കൊല്ലും? താനാണോ ചോദിക്കാൻ? താനാരോട്ടെ? ആരാണ്? ഞാനാരുമല്ല. പിന്നെ എന്റെ ഭാര്യ ഞാൻ തല്ലും, ശകാരിക്കും, വേണ്ടിയുള്ള കൊല്ലും. തനിക്ക് നഷ്ടം എന്താ നഷ്ടം? എങ്കിലും എന്റെ മാനേജരെ, ഞാനും ഒരു മനുഷ്യനല്ലേ. ഇതൊക്കെ കണ്ട് എത്ര കാലം സഹിച്ചിരിക്കും? ആ സഹിക്കണ്ടോ? പറയാൻ മുമ്പിൽ നിന്ന് ഞാൻ വേണ്ട, ആശാനൊന്നും പറയണ്ട, പോയിക്കോളൂ. പറയാം. നീ എന്ത് നിശ്ചയിച്ചു? പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ എന്നെ മാനേജർ സ്ഥാനത്ത് നിന്നും പിരിച്ചുവിട്ട നാടക കമ്പനി തുറന്ന് സഹകരിക്കുമെന്ന് ഇല്ലേ? അല്ലാതെ എന്ത് ചെയ്യും? ഈ വർഷം മുഴുവനും നാടകത്തിൽ അഭിനയിച്ചു കൊള്ളാമെന്ന് എഗ്രിമെന്റ് എഴുതി കൊടുത്തില്ല. അവളുടെ ഒരു എഗ്രിമെന്റ് എടി, എനിക്ക് ആ പ്രൊപ്പറേറ്റർ ഒരു പാഠം പഠിപ്പിക്കണം മതി. നീ നാളെ മുതൽ നാടകത്തിന് പോവാതിരുന്നാൽ അവൻ അവന്റെ കമ്പനി പൂട്ടും. അവൻ കുത്തുപായും ഇട്ട് തെരുവിട്ടുണ്ടെന്ന് എനിക്ക് കാണണം മതി. ഞാൻ സത്യദോഷം ചെയ്യില്ല. നിന്റെ ഒരു സത്യദോഷം
നിന്റെ ഒരു സത്യദോഷം ഇല്ലടി. 2 ചാക്ക് ചാത്തനും ഒരു ചവിട്ടാറുപണിയാണ് നടന്നവന്. ഇന്ന് വീടായി, കാറായി, ഇതിലെങ്ങനെ ഉണ്ടായത്? ഞാൻ ഒരുത്ത മാനേജറായിരുന്നു. അങ്ങനെ തന്നെ അവരുടെ പിരിച്ചും പിരിച്ചുവിടാതെ അയാൾ എന്ത് ചെയ്യും? സദാസമയം കൂടി ഒരിക്കലും സുബോധമില്ല. അങ്ങനെയുള്ള ഒരാളിനെ ആര് മാനേജറെ വെച്ചോണ്ടിരിക്കും? എടി, എന്നെ ആരും സദാചാരം പഠിപ്പിക്കണ്ട. ഈ നിമിഷം മുതൽ നിനക്കും അവന്റെ കമ്പനിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ദിവസം തോറും നാടകം നടത്തുന്ന ഒരു കമ്പനിയിൽ നാളെ മുതൽ വരില്ല എന്ന് പറയുന്നത് തൊഴിലിനോട് ഭക്തിയുള്ള ആർക്കും ചേർന്നതല്ല. ഈ നിമിഷം വരെ അവന്റെ പണം വാങ്ങിച്ചല്ലേ നമ്മൾ ജീവിച്ചത്. നന്ദികേടിനും ഒരു അതിരുണ്ട്. അപ്പോൾ നീ തുടർന്ന് ഇനി ആ കമ്പനിയിൽ അഭിനയിക്കും ഇല്ലേ? എന്നെ കൊന്നാലും ശരി, ഞാൻ അഭിനയിക്കും. എങ്കിൽ ഇനി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ലോകത്ത് ജീവിക്കില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയാതിരിക്കും. എല്ലാം ഈശ്വരഹിതം പോലെ വരുള്ളൂ എന്ന് വിചാരിച്ച് സമാധാനിച്ച തലേ കൈവച്ച് നിലവിളിച്ചുകൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. ഇത് ജീവിതമാണ്. കുറച്ചൊക്കെ ധൈര്യം വേണം. മാനേജ് മരിച്ചു. വിഷം കുടിച്ച് മരിച്ചത്. ഇന്നലെ രാത്രി ഈ ലോകത്തിന് നാം ഒരുമിച്ച് ജീവിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊല്ലുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഏതായാലും സംഭവിക്കാനുള്ള എല്ലാം സംഭവിക്കും. ഇനി കരഞ്ഞിട്ട് പ്രയോജനം. അയ്യോ, എങ്ങനെ കരയാതിരിക്കും? ഇത്ര പെട്ടെന്ന് എന്നെ വിട്ടു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇനി ചെയ്യാനുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം. ബന്ധുവായ ഒരു സഹോദരിയേ ഉള്ളൂ. ആശാൻ ഉടനെ തന്നെ അവരെ വിവരം അറിയിക്കണം. വിവരം അറിയിക്കേണ്ടതാ. പക്ഷേ വിഷം കഴിച്ച് മരിച്ചതാ. ആ സ്ത്രീ ഇവിടെ വന്ന് മാനേജർക്ക് ആരെങ്കിലും വിഷം കൊടുത്ത് കൊന്നാണെന്ന് പറഞ്ഞാലോ? അവർ അതൊന്നും പറയാൻ മടിക്കാത്തവരാണ്. സത്യം അതല്ലല്ലോ ആശാനെ. അത് തെളിയിക്കാൻ നമ്മൾ കോടതി വരെ പോകട്ടെ. നമ്മെ സഹായിക്കാൻ ആരുണ്ട്? ആ സ്ത്രീക്കാണെങ്കിൽ പണ്ടേ നമ്മളോട് വിരോധമാണ്. അവർ വിചാരിച്ചാൽ നമ്മളെ കുഴപ്പത്തിലാക്കാൻ കഴിയും. ഈശ്വര, എന്തൊരു തീരാ ദുഃഖമാണ് നീ എനിക്ക് തരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ആശാനെ? ചെയ്യാനൊന്നേ ഉള്ളൂ. കഴിയുന്നത് വേഗം ആരും അറിയാതെ ജഡം ദഹിപ്പിക്കാൻ നോക്കണം. അത് വേഗം പിന്നെ പറയുന്നവരെന്തെങ്കിലും പറഞ്ഞോട്ടെ.